പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് തീരെ അറിയില്ല എനിക്ക്, പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് കഥകളി സംഗീതം, ക്ലാസിക്കൽ എനിക്കറിയില്ല. ക്ലാസിക്കൽ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റും ഇല്ല. കഥകളി സംഗീതം എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ പഴയ പാട്ടുകൾ ഇഷ്ടമാണ്. പിന്നെ ലോയ് സാർ, ഞാൻ ലോയ് സാറിനോട് എപ്പോഴും പറയുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ, ഞങ്ങൾ ചെറിയ കുട്ടികൾ അന്ന് ഞങ്ങളെല്ലാവരും കൂടി ന്യൂ ഫേസസ് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ സാറിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. അപ്പോൾ സാറ് പറയുന്നു, ഞാൻ എപ്പോഴും പറയും സാർ എനിക്ക് പാട്ട് പാടാനേ അറിയില്ല. ഭാവം അത്യാവശ്യം പാടും, എനിക്ക് പാട്ട് പാടാനേ അറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ സാറ് പറയും പാട്ട് പാടുന്നതിലല്ല, പാട്ടിൻ്റെ ഫീല് വരുത്തുന്നതിലാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പാടും. ഞാൻ സ്ക്രീനിൽ പാടില്ല എന്നുള്ളൂ, ഓഫ് സ്ക്രീൻ ഞാൻ എപ്പോഴും ആര് മുമ്പ് നിന്നാണെങ്കിലും ഞാൻ പാട്ട് പാടി നടക്കും. അങ്ങനെ എനിക്ക് ചമ്മലൊന്നുമില്ല. ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക വളരെ കുറവാണ്. കാരണം ഒന്നാമത് ഞാനങ്ങനെ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ ഞാൻ എൻ്റെ പഴയ പാട്ടുകളൊക്കെ ഇട്ട് പഴയ ഐറ്റംസൊക്കെ ചെയ്യും. പുതിയതൊന്നും ഞാൻ പഠിച്ചില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും നല്ല ക്ലാസിക്കൽ ചില സോങ്സൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വെറുതെ റൂമിലിരുന്ന് അതൊക്കെ കമ്പോസ് ചെയ്യാനൊക്കെ നോക്കും. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഡാൻസ്. അല്ലാതെ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഫാമിലിയാണ്. കോഴിക്കോട് അവിടെ മലപ്പുറത്ത് പോയി എൻ്റെ കസിൻസും എല്ലാവരും അവരൊപ്പം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അല്ലാതെ ഇവിടെ കൊച്ചിയിൽ ഫ്രീ ടൈം കിട്ടുമ്പം ഞാൻ കുറച്ചൊക്കെ വായിക്കും, വളരെ കുറച്ച്. ഞാനിപ്പോൾ അടുത്താണ് വായനയൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് കുറച്ച് ബുക്സ് വായിക്കും, അല്ലെങ്കിൽ ടി വി കാണും, സിനിമ, ചില സിനിമകൾ കാണും. അങ്ങനെ പരത്തി സിനിമ കാണുന്ന ഒരാളൊന്നുമല്ല. ചില സിനിമ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി അത് കാണും, അല്ലെങ്കിൽ ഞാൻ ബുക്സ് വായിക്കും. സത്യം പറഞ്ഞാൽ തന്നെ എനിക്ക് സിനിമ എന്ന് പറയുന്നതിന് ഒരിക്കലും ഞാനൊരു ഫെയിം എന്നുള്ള രീതിയിലല്ല അപ്രോച്ച് ചെയ്തിരുന്നത്. സിനിമേനെ എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് എൻ്റെതായ വേറെ കാര്യങ്ങളുണ്ട്, ഫെയിം അല്ലാതെ. അതുകൊണ്ട് ഒരിക്കലും ഞാനൊരു ഫെയിം അല്ലെങ്കിൽ ഒരു പ്രശസ്തി ഉദ്ദേശിച്ചല്ല സിനിമ ചെയ്യുന്നത്. ഞാനങ്ങനെ ഒരു പ്രശസ്തി ഉദ്ദേശിച്ച് ഒരിക്കലും ഞാനൊരു സിനിമയും ചെയ്തിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആണ്, കോക്ടെയിൽ ആണെങ്കിലും, മല്ലു സിംഗ്, സ്ട്രീറ്റ് ലൈറ്റ്, അതിനൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യാൻ എനിക്ക് ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും കോക്ടെയിലിൽ അത്രയും നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ, പക്ഷെ അത്രയും സ്ട്രോങ് ക്യാരക്ടർ, അവസാനം വരെ ഭയങ്കര സസ്പെൻസ് ക്യാരക്ടർ, അങ്ങനെ ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും എനിക്ക് സ്പെഷ്യലാണ്. അതൊരിക്കലും ഞാൻ അത് പ്രശസ്തി എന്നുള്ള കാര്യം കൊണ്ട് സെലക്ട് ചെയ്യുന്നതല്ല. ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാനിവിടെ ഇരുന്ന് നാളെ ഞാൻ ഇത്ര കൊല്ലം ഞാൻ സിനിമ ചെയ്യും, ഇത്ര കൊല്ലം ഞാൻ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോവും, അത് കഴിഞ്ഞ് ഞാൻ അഭിനയിക്കില്ല, അല്ലെ അത് കഴിഞ്ഞ് ഞാൻ അഭിനയിക്കും, വളരെ എന്താ പറയുക നന്നായി തന്നെ ഇപ്പോഴത്തെ പോലെ തന്നെ സജീവമായിട്ട് അഭിനയിക്കുന്നൊന്നും ഞാനിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്യൂച്ചർ അത് വന്ന് തന്നെ അറിയണം, അത് കണ്ടറിയണം. അല്ലാതെ ഞാനിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് എൻ്റെതായ പ്ലാൻസ് ഉണ്ട്. അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് പോകും.